നമസ്കാരം സാറേ. നീ എന്നെ സാറെന്ന് വിളിക്കരുത്. സോറി സാറേ. അയ്യാ ഒന്ന് പൊക്കി തരണേ. പൊക്കി തരാവടാ. എല്ലാരും ആയില്ലേ? ഈ 3 ലോഡും പ്ലാച്ചുമടക്കുള്ള കുടിവെള്ളമായിരിക്കും. ഇയാടാ അല്ല, സ്പിരിറ്റാ. സ്പിരിറ്റോ? ആ, കേറി പരിശോധിക്കണോ? അമ്മയ്ക്കൊക്കെ സുഖമല്ലേ സാറേ? ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ടാക്കന്മാരെന്നാണോ നിന്റെ വിചാരം? എനിക്ക് മാത്രമല്ല സാറേ, ഇവിടെ നിൽക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരുടെ വിചാരം അതാണ്. ആ സ്പിരിറ്റാ സാർ. ഇതിലും സ്പിരിറ്റാ സാർ. ഇതിലും സ്പിരിറ്റാ പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ? കൈയെടുക്ക് സാറേ. ചിന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നതിന് എന്റെ മെക്കട്ടങ്ങനെ കേറിയണ്ടല്ലോ. എവിടെയായിരുന്നു ഔവേ? വണ്ടിയുടെ മുമ്പിലല്ലോ എസ്കോട്ട് വരുന്നത്. ഇവരെന്നെ സംശയിച്ചില്ലയോ? എന്നതാണോ പ്രശ്നം? ഈ ലോറികൾ ആരെന്നുള്ളതാ പ്രശ്നം. ഇതെന്റെ ലോറികൾ തന്നെ. കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ. കള്ള സ്പിരിറ്റുമായിട്ട് വന്ന ഈ 3 ലോറികളും നമ്മുടെ ബഹുമാനപ്പെട്ട വർക്കിച്ചിന്റേതാണെന്ന്. ഇത് നമ്മുടെ ലോറികളല്ല. അത് തന്നെയാണോ ഞാനും പറയാൻ വന്നത്. ഇത് നമ്മുടെ ലോറികളല്ല. ഇത് വർക്കിച്ചിന്റെ ലോറി തന്നെ. ഇത് കൊച്ചുമുള്ള പേരിലായിട്ടിരിക്കുന്ന ചഞ്ചൽ. ഇത് എന്റെ ലോറികളെ അല്ല. അല്ലേ? അല്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഓക്കെ. വർക്കിച്ചായന്റെ ലോറികൾ അല്ലെങ്കിൽ നമുക്ക് പിടിച്ച് അകത്തിട്ടല്ലോ സാറേ. എന്തായാലും ഉടമസ്ഥൻ വരുമല്ലോ. അപ്പൊ അയാളെയും പിടിച്ച് അകത്തിടാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു. വർക്കിച്ചായ ഒന്ന് ഇങ്ങോട്ട് വന്നേ. വന്നേന്ന് ഇങ്ങോട്ട് വന്നേന്ന് ഞാനല്ലേ വിളിക്കണേ. വർക്കിച്ചിന് ലോറിയിൽ ലോഡ് അടക്കം വൻ നഷ്ടം വരുമെന്ന് എനിക്കറിയാം. വർക്കിച്ചിന്റെ വണ്ടികളുടെ നമ്പർ ഉപയോഗിച്ച് എന്റെ ലോറികള് 1 മണിക്കൂർ മുമ്പ് പാലക്കാട് അതിർത്തി കടന്നു. ഇനി മഷിയിട്ട് നോക്കിയാലും കിട്ടില്ല. എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ കയറി കളിച്ചത്? അതുകൊണ്ടല്ലേ ഞാൻ കയറ്റി കളിച്ചത്. ഇനി എന്റെ റൺവേ കയറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ട. തൃശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. വരട്ടടവേ. ഒന്ന് തള്ളിക്കേ. അയാളെ വിളി. സാറേ ഒന്ന് പൊക്കിക്കേ. என்ன சத்தியமூர்த்தி இந்த மாதிரி பேசுறேன்? அந்த சின்னாடன் ராஸ்கல்ஸ் கொடுക്കുന്നതിലും ജാസ്തി ഞാൻ കൊടുക്കறேன். ഓ ശരി ശരി, നേരി പാക്കറ. എന്താ ഭായി സത്യമൂർത്തിയുടെ പ്രശ്നം? പ്രശ്നം ആ ചിന്നാടന്മാര് തന്നെ. നമുക്ക് ലോഡ് തരായിരിക്കും അവന്മാര് പല രീതിയിൽ ശ്രമിക്കുക. എങ്കിൽ പിന്നെ ആ റാവുന്റെ അടുത്ത് സാധനം എടുത്തൂടെ? അപ്പാ ഞാനും അത് എത്ര തവണ അപ്പനോട് പറഞ്ഞതാ. അത് വേണ്ട. ആ സ്പിരിറ്റ് ഉപയോഗിക്കാൻ കൊള്ളില്ല. അത് സെക്കൻഡ് ക്വാളിറ്റിയാ. അതെ, ഈ ബിസിനസ് നമുക്ക് മോക്ഷം കിട്ടാനേ നടത്തണമെന്നല്ലോ. അങ്ങനെ പറയരുത് ജോണി. ചെയ്യുന്നത് സ്പിരിറ്റ് കച്ചവടാണെങ്കിലും അതിലുണ്ടൊരു നേരുന്നറിയും. ഇന്നേ വരെ നമ്മുടെ സ്പിരിറ്റ് ഉപയോഗിച്ചിട്ട് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ആ വിശ്വാസം നശിപ്പിക്കരുത്. എന്ന് വെച്ചാ സത്യമൂർത്തിയുടെ നീ ഇതിൽ ഇടപെടണ്ട. ഓ ശിവ, അവനൊന്നും അറിയില്ല, വിട്ടുകള. ഞാനേ സത്യമൂർത്തി ഒന്ന് കണ്ടിട്ട് വരാം. ശിവ, നിനക്കൊരു കത്തുണ്ടായിരുന്നു ദുബായിന്ന്. എന്താടാ? വീട്ടിൽ ഗോപിയുടെ അച്ഛൻ മരിച്ചു. എപ്പോ? മരിച്ചിട്ട് കുറച്ചു ദിവസമായി. നമുക്കൊന്ന് പോണ്ടേ? എവിടേക്ക്? നമ്മളിപ്പോ ദുബായിലല്ലേ. ഓ, അപ്പൊ ഗോപിക പാവം വീടൊഴിഞ്ഞു പോവാത്രേ. എന്നാ ഞങ്ങള് നാട്ടിലെ വീട്ടിലാരും ഇല്ലാത്ത സ്ഥിതിക്ക് മോളെ ദിവാകരന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും താമസിപ്പിക്കുക അല്ലേ? അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കല്യാണം തുടങ്ങി ഇവളുടെ ബാധ്യത മൊത്തം എൻ്റെ തലയിലാകുമോന്ന് വൈഫിനൊരു പേടി. 1-2 വട്ടം സൂചിപ്പിക്കുകയും ചെയ്ത്. അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാനൊന്ന് തീരുമാനിച്ചു. തൽക്കാലം ഗോപി ഒരു ഹോസ്റ്റലിലാക്കുക. അവിടെ അടുത്തൊരു തുണിക്കടയിൽ ജോലിയും ശരിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ആരെ ആശ്രയിക്കാതെ ഇവൾക്ക് ജീവിക്കാൻ കഴിയല്ലോ. വൈകി അവിടെ എത്താൻ രാത്രിയാവും. എന്റെ മോളെ നിന്നെ ഹോസ്റ്റലിൽ നിർത്താനും തുണിക്കട പണിയെടുക്കാനും ഒന്നും ഞാൻ സമ്മതിക്കില്ല.
ഞാൻ എന്റെ ഉണ്ണിക്ക് വേണ്ടി ആലോചിച്ചുറപ്പിച്ച പെണ്ണാ ഇവള്. അവൻ ദുബായിൽ നിന്ന് വന്നാൽ ഉടനെ ഇവരുടെ കല്യാണം നടക്കും. 10 ദിവസം മുമ്പ് ഇവൾ ഈ വീട്ടിലേക്ക് കയറിയെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഗോപികയെ ഞാൻ എന്റെ അമ്പിളിയെ പോലെ നോക്കിക്കൊള്ളാം. അവളെ എനിക്ക് തന്നുകൂടെ? ഈ നല്ല മനസ്സിനെ നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. വാ മോളെ. വലതുകാല് വെച്ച് കയറിക്കോ മോളെ. ഫസ്റ്റ് പോസ്റ്റിംഗ് അല്ലേ? അതെ സർ. ഷൈൻ ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഈ ഭൂലോകം ഒറ്റയടിക്ക് നന്നാക്കി കളയാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ടത് എനിക്ക്. മനസ്സിലായോ? എടോ, ഈ വാളയാർ ചെക്ക് പോസ്റ്റ് പോലീസിന് വലിയ റോളൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഞാൻ വിളിച്ച് അറിയിച്ചോളാം തന്നെ. അതങ്ങ് ചെയ്തോണ്ടാ മതി. ഡീസന്റ് സ്ഥലമാടോ വാളയാർ. സാറ് പറയും പോലെ വാളയാർ അത്ര ഡീസന്റ് സ്ഥലമായിരുന്നെങ്കിൽ ആ ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുക്ക് ഉണ്ടാകുമായിരുന്നില്ലല്ലോ സർ. വല്ലവരും പറയുന്ന കേട്ടതല്ലാണ്ട് തനിക്ക് എന്തറിയാടോ വാളയാറിനെ പറ്റി? പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ തമിഴ്നാട് ബോർഡർ, കേരളത്തിലെ പ്രധാന ചെക്ക് പോസ്റ്റ്, സങ്കര ഭാഷ, വിസ്തീർണം 62.84 സ്ക്വയർ കിലോമീറ്റേഴ്സ്, ജനസംഖ്യ 16,000, പോലീസ് സ്റ്റേഷൻ സ്ട്രെങ്ത് 47 കോൺസ്റ്റബിൾസ്, 10 ഹെഡ് കോൺസ്റ്റബിൾസ്, 2 ASI, 1 SI. ഈ വർഷം ചാർജ് ചെയ്യപ്പെട്ടത് 14 ക്രിമിനൽ കേസുകൾ, 250 പെറ്റി കേസുകൾ. ഇതല്ലേ സർ വാളയാർ? ചെക്ക് പോസ്റ്റിൽ പോലീസിന് വലിയ പണിയൊന്നുമില്ല, വേണ്ട. പക്ഷെ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മുടെ അതിർത്തിയിലൂടെ വരുന്ന വണ്ടികളിൽ വല്ല കള്ളക്കടത്തും കണ്ടെത്തിയാൽ ഒരു SIയുടെ അധികാര പരിധി വെച്ച് എനിക്ക് കേസ് എടുക്കാമല്ലോ സർ. യെസ്. താങ്ക് യു സർ. കയ്യിൽ ഒതുങ്ങോണോ? ചേട്ടൻ പോയി കൊടുത്തു.